സൺഡേ രാവിലെ എനിക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യണ്ട. എന്നാലും നമ്മുടെ ബേർഡ്സിനുള്ള ഫുഡും പിള്ളേർക്കുള്ള ഫുഡും ഒക്കെ കൊടുത്തേച്ച് നമ്മൾ രാവിലെ പെട്ടെന്ന് റെഡിയൊക്കെ ആയി നമ്മൾ ഇന്ന് വീട്ടിൽ പോകുന്ന ദിവസമാണ് സൺഡേയിൽ. ഇവിടുന്ന് വട്ടിയും കൊട്ടയൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ വീട്ടിലോട്ട് പോകും. അവിടുന്ന് രാത്രി തിരിച്ചു വരുന്നുണ്ടെങ്കിൽ മമ്മി പൊതിഞ്ഞ് കെട്ടി സാധനങ്ങൾ ഇങ്ങോട്ടും കൊണ്ടുവരും. ഇത് തന്നെയാണ് എല്ലാ സൺഡേയിലത്തെയും ഞങ്ങളുടെ സ്ഥിരം പരിപാടി. എൻ്റെ മെയിൻ റീസൺ സൺഡേയിലെന്ന് പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ഒരു പരിപാടിയും ചെയ്യേണ്ട കാര്യമില്ല. കാരണം കിടന്നുറങ്ങുക, തിന്നുക, ഉറങ്ങുക, തിന്നുക, ഉറങ്ങുക, വേറെ ഒന്നും ചെയ്യേണ്ട. എനിക്ക് ഒന്നും അറിയാണ്ട് ഫുഡൊക്കെ ഇങ്ങനെ കറക്റ്റ് ടേബിളിൽ വരും, കറക്റ്റ് എടുത്ത് കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇത് കണ്ടോ ഗ്രൗണ്ട്, പണ്ട് നമ്മളൊക്കെ ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോകുന്ന സ്ഥലം പോലെയുണ്ട്. എന്ത് രസമാണെന്നറിയാമോ? രാവിലെ പോകുന്ന വഴിക്ക് നമ്മളൊരു ഹോട്ടലൊക്കെ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. നല്ല സൂപ്പർ വടയും മസാല ദോശയാണ് ഇവിടെ കിട്ടുന്നത്. വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് ഉച്ചയൊക്കെ ആയപ്പം ഫുഡൊക്കെ കഴിക്കുന്നതിന് മുന്നേ കൂർഗീസാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ. അപ്പോൾ പിന്നെ കള്ളും പന്നിയും സ്ഥിരമാണ്, ഡെയിലി മട്ടൻ. അപ്പോൾ രണ്ടെണ്ണമൊക്കെ അടിച്ചിങ്ങനെ നമ്മൾ സൊറയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇവിടെ ഒന്നും ചെയ്യാണ്ട് കൈ കഴുകി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു ഉറക്കമൊക്കെ പാസ്സാക്കി. ഉറക്കമൊക്കെ എഴുന്നേറ്റ് കുറേ നേരമൊക്കെ വർത്തനമൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെയും രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ പിന്നെയും ഇവിടുന്നുള്ള പൊതിയൊക്കെ കെട്ടി നമ്മൾ തിരിച്ച് വിട്ടു. പണ്ട് ഹോസ്റ്റലിൽ പോകുന്നൊരു പ്രതീതിയാണ് എനിക്കിത്. ഞാൻ ഹോസ്റ്റലിൽ വളർന്നൊരു കൊച്ചായതുകൊണ്ട് എനിക്കിതൊന്നും വലിയ പുത്തരിയല്ല. നമ്മളിതുപോലെ സാറ്റർഡേയിൽ വീട്ടിൽ വരിക, തിരിച്ച് സൺഡേയിൽ പോവുക. ഇത് അങ്ങനെ ഈ സൺഡേയും കഴിഞ്ഞു പോയി.